ആവണിയുടെ മനസ്സ് ഒന്നുലഞ്ഞു. കാരണം അവളുടെ ഡേവിഡിനല്ലാതെ മറ്റൊരാളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വീകരിക്കാൻ അവൾക്കിനി ആവില്ല. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ്റെ സ്നേഹമുണ്ട്, അവൻ്റെ കരുതലുണ്ട്. അങ്ങനെ അവനെ മാത്രം സ്വീകരിക്കുന്ന തന്നെ മറ്റൊരാൾ കല്യാണം കഴിച്ചാൽ അയാളോട് ആത്മാർത്ഥത പുലർത്താൻ തനിക്കാവില്ല എന്ന് ആവണിക്ക് അറിയാമായിരുന്നു. പക്ഷേ തന്നെ മകളെപ്പോലെ സ്നേഹിക്കുന്ന അമ്മച്ചിയോട് ഇല്ലെന്ന് പറയാനും അവൾക്കാവില്ല. മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൾ ആദ്യം വിളിക്കുക അവളുടെ അഞ്ജുവിനായിരുന്നല്ലോ. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്നറിഞ്ഞില്ല. അവൾ വാ പൊത്തി കരയാൻ തുടങ്ങി. അവൾക്ക് ഡേവിഡിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിനു പോലും പറ്റാത്ത സാഹചര്യമാണ്. കാരണം അവളുടെ കയ്യിൽ ഡേവിഡിൻ്റെ നമ്പർ ഇപ്പോഴില്ല. ഡേവിഡിനെ അവൾക്ക് നഷ്ടമാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ ആവില്ല. കാരണം അവൾ അത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൾ ഇപ്പോൾ ശരിക്കും ആകെ പ്രതിസന്ധിയിലായിരിക്കുകയായിരുന്നു. ഒരു പക്ഷത്ത് സാറാമ്മച്ചി, മറുപക്ഷത്ത് ഡേവിഡ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൾക്ക്. പക്ഷെ ഇതൊന്നും അറിയാതെ ഡേവിഡ് ആവണിയുമൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനും എന്തൊക്കെയോ കണക്കുകൂട്ടലുണ്ട് അവൻ്റെ മനസ്സിൽ. ആവണിക്ക് അവരുടെ സംസാരവും അഞ്ജുവിനെക്കുറിച്ചുള്ള ചിന്തകളും എല്ലാം കൊണ്ടും അവളുടെ മനസ്സാകെ കലങ്ങിയിരിക്കുന്നു. അവൾ ബെഡിൽ കിടന്ന് കരഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോയി. അവൾ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ അടുത്ത് റോസിയമ്മച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് തുടച്ച്, എന്നിട്ട് തന്നെ നോക്കി തൻ്റെ മുമ്പിൽ പുഞ്ചിരിക്കുന്ന റോസിയമ്മച്ചി നോക്കി ഒന്ന് ചിരിച്ചു. ഈ ദിവസങ്ങളിൽ ഒരുപാട് കരഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ മുഖവും കണ്ണും മൂക്കും ഒക്കെ ഒരു മാതിരി ഉണ്ടായിരുന്നു. നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ആവണി. എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റോ? മോളെ, അതെ, മോള് വേഗം പോയി ഫ്രഷ് ആയിട്ട് വായോ. മോളെ കാണാൻ അതിഥികൾ വരുന്നുണ്ടെന്ന്. മോൾക്കൊരു ഉഗ്രം സർപ്രൈസും ഉണ്ട്. മോള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോവാ. എൻ്റെ കുഞ്ഞ് വേഗം പോയി കുളിച്ചിട്ട് ഉള്ളതിൽ നല്ല വസ്ത്രം എടുത്തിട്ട് നിന്നേ. അമ്മ അപ്പോഴേക്കും ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് റോസിയമ്മച്ചി അവളുടെ കവളിൽ ഒന്ന് നുള്ളിയിട്ട് വേഗം പുറത്തേക്ക് പോയി. റോസിയമ്മ പറഞ്ഞത് കേട്ടതും അവളുടെ മുഖം മങ്ങിപ്പോയി. അവൾക്ക് തോന്നി കാര്യങ്ങൾ അവളുടെ കൈവിട്ട് പോവുകയാണെന്ന്. കാരണം വരാൻ പോകുന്ന അതിഥികൾ ആരാന്ന് അവൾക്കറിയായിരുന്നു. അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തന്നെ പെണ്ണ് കാണാൻ തന്നെയായിരിക്കും വരുന്നത് എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ നിസ്സഹായതയോടെ തൻ്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന ഡേവിഡ് കിട്ടിയ ആ മാലയെ നോക്കി. എന്നിട്ട് മനസ്സിൽ ഉറപ്പിച്ചു, ഇതിൻ്റെ സ്ഥാനത്ത് ഈ ആവണിയുടെ കഴുത്തിൽ മറ്റൊരു മിന്നു ഉയരില്ല എന്ന്. ഞാൻ എങ്ങനെയെങ്കിലും അമ്മച്ചിയോട് പറയും. ഇല്ലെങ്കിൽ ആ അമ്മച്ചിയെയും മോനെയും ചതിക്കേണ്ടി വരും എനിക്ക്. അതിന് എനിക്ക് ഒരിക്കലും ആവില്ല. എന്തിനു വേണ്ടിയും എന്തു പ്രതിസന്ധിയിലും ഞാൻ അങ്ങനെ ചെയ്യുമില്ല. അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്തായാലും വരുന്നവരുടെ മുമ്പിൽ ഈ മുഷിഞ്ഞ കോലത്തിൽ നിൽക്കണ്ട, അങ്ങനെ അവരെ അപമാനിക്കേണ്ട എന്ന് വിചാരിച്ച് അവൾ വേഗം മുഖം കഴുകി ഡ്രസ് മാറി റൂമിലേക്ക് വന്നു. അപ്പോഴാണ് ആരോ അവളുടെ വയറിലൂടെ പിടിച്ച് അവളുടെ പിൻകഴുത്തിൽ മുഖമമർത്തിയത്. അവൾ പെട്ടെന്ന് ഞെട്ടിമാറി. അപ്പോഴാണ് കണ്ടത് ഉമ്മർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഡേവിഡിനെ. അവനെ കണ്ടതും അവൾക്ക് ആശ്വാസമായി ഒരുപാട്. കാരണം ഈ അവസ്ഥയിൽ ഒന്നവനെ കണ്ടാൽ മതിയെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതവൾ പുറത്ത് കാണിച്ചില്ല. പകരം ദേഷ്യം അഭിനയിച്ചു. നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? ആരോട് ചോദിച്ച് അങ്ങോട്ട് കയറി വന്നത്? എന്താടോ, എനിക്ക് തന്നെ കാണാൻ വരാൻ പാടില്ലേ? ഡേവിഡ് ചോദിച്ചു. പാടില്ല. അതെന്താടോ പാടാത്തെ? നിന്റെ ഇച്ഛാനല്ലേ ഞാൻ. അല്ല, നിങ്ങൾ എൻ്റെ ആരുമല്ല, അവൾ ദേഷ്യത്തോടു കൂടി പറഞ്ഞു. ഇപ്പം അങ്ങനെയൊക്കെ പറയും. ഒരു IPSകാരൻ കെട്ടാൻ പോവല്ലേ? അപ്പോൾ നമ്മളൊന്നും ആരും അല്ലാത്തവനാവും. അവളെ ദേഷ്യം പിടിപ്പിക്കാനായി അവൻ പറഞ്ഞു. ഇതെങ്ങനെ അറിഞ്ഞു എന്ന ഡൗട്ട് ഉണ്ടായിരുന്നു അവൾക്ക്. എന്നാലും അവൻ പറഞ്ഞ വാക്ക് കേട്ട് അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി വന്നു. അതേടോ, അങ്ങനെ തന്നെയാ.
ഒരു IPSകാരൻ വന്നപ്പോഴേ എനിക്ക് തന്നെ വേണ്ടാതായി. ഞാൻ തന്നെ പറ്റിച്ചതാ. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടൊന്നും സ്നേഹിച്ചിട്ടില്ല, തേച്ചതാ. എനിക്ക് തന്നെ കാണുമൊന്നും വേണ്ട. അവള് വിഷമത്തോടു കൂടി അവനോട് പറഞ്ഞു. അവനും തോന്നി പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എന്ന്. തന്നെ മനസ്സിലാക്കിയില്ലല്ലോ ഇച്ചായൻ എന്ന പരിഭവമായിരുന്നു അവളുടെ ഉള്ളിൽ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് തന്നോട് തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചിട്ടും ലാസ്റ്റ് കുറ്റക്കാരി താനായി എന്ന രീതിയിൽ അവൻ്റെ സംസാരം അവളെ ഒരുപാട് മുറിവേൽപ്പിച്ചു. അവളെ പിണങ്ങി പിന്നോട്ട് നിന്നു. ആണോ? ഉറപ്പല്ലേ? ഞാൻ ആരുമല്ലല്ലോ? അവൻ വീണ്ടും ചോദിച്ചു. അവളൊന്നും മൂളിയ പോലും ഇല്ല. എന്നാ ശരി, ഞാൻ പോയേക്കാം. ഞാൻ കെട്ടിയ താലി തന്നേക്കുന്നുണ്ട്. അവനത് പറഞ്ഞതും അവൾക്ക് കൂടുതൽ സങ്കടമായി. അവൾക്ക് തൻ്റെ മാറോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ താലി അഴിച്ചു മാറ്റി കൊടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു. ആ താലി ഞാൻ അന്ന് ഇറങ്ങുമ്പോൾ തന്നെ എവിടെയോ വെച്ചു മറന്നു. അവൾ അവനോട് പറഞ്ഞു. അയ്യോ, അതിൻ്റെ വില തനിക്കറിയോ? ഞാൻ എൻ്റെ താലി കിട്ടിയിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ. അവൻ വാശിയോടെ പറഞ്ഞിട്ട് അവളുടെ ബെഡിലിരുന്നു. ഇതേ സമയം എപ്പോൾ വേണമെങ്കിലും സാറാമ്മച്ചിയും റോസിയമ്മയും കയറി വരാം. അവർ ഡേവിഡിനെ കണ്ട പ്രശ്നമാവില്ലേ? അവൾക്ക് ഭയം നിറഞ്ഞ ഉള്ളിൽ. പക്ഷെ താലി കൊടുക്കാനും മനസ്സില്ല. അവൾ അവളുടെ കയ്യിലുള്ള 2 കുഞ്ഞു സ്വർണ്ണവളയും കമ്മലും പിന്നെ അവളുടെ അക്കൗണ്ടിലുള്ള 50,000 രൂപയും ഡേവിഡിന് നൽകി. നോക്ക്, ഇതൊക്കെ ഞാൻ തരാം. ബാക്കി പൈസ ഞാൻ തവണകളായിട്ട് അടച്ചു തന്നോളാം. ദയവ് ചെയ്ത് പോയേ, അവൾ അവനോട് കിഞ്ചുന്ന പോലെ പറഞ്ഞു. എനിക്കിതൊന്നും അറിയണ്ട. എനിക്കെൻ്റെ താലി മതി. തൻ്റെ താലി എൻ്റെ കയ്യിൽ ഇല്ല, മനസ്സിലാക്ക്. ആണോ? എൻ്റെ താലി തൻ്റെ കയ്യിൽ? അവൻ ഒന്നും കൂടി ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയാട്ടി. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ കഴുത്തിൽ അവൾ ഒളിപ്പിച്ചു വെച്ച ആ താലി എടുത്ത് പുറത്തിട്ടു. താലി കയ്യിലില്ലെങ്കിൽ ഇതെന്താണോ? അവൻ അവളോട് ചോദിച്ചു. എന്നോട് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ, ഞാൻ തനിക്ക് വെറുക്കപ്പെട്ടവനാണെങ്കിൽ ഈ വെറുക്കപ്പെട്ടവൻ്റെ താലി എന്തിനാ താൻ അണിയുന്നേ? അവനത് ചോദിച്ചത് കേട്ടതും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. കണ്ണുനീർ നിറഞ്ഞ മിഴികളോടെ അവൾ അവനെ നോക്കി. അവനും നോക്കി അവളെ. പിന്നെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് പറ്റില്ല. നിങ്ങളെന്നെ സ്നേഹിക്കണ്ട, ഇഷ്ടപ്പെടണ്ട. പക്ഷേ എനിക്ക് ഈ താലി വേണം, ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ. എനിക്ക് വേറെ ആരെയും സ്വീകരിക്കാനാവില്ല. ഒരു IPSകാരൻ്റെ മണവാട്ടി ആവില്ല ഞാൻ. അതിനെനിക്കിനി പറ്റില്ല. ദയവ് ചെയ്ത് ഈ താലി തിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവൾ. അവൻ തൻ്റെ 2 കൈകളാലും തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കരയുന്ന അവളെ പുണർന്നു. എടോ, ഈ ജീവിതകാലം മുഴുവൻ നിനക്ക് ജീവിക്കാൻ ഈ താലി മാത്രമല്ല, ഈ താലി കെട്ടിയ അവകാശിയും കൂടെ ഉണ്ടാവും എന്നും. നീ എൻ്റെ പ്രാണനാണ്, എൻ്റെ പ്രണയമാണ്, എൻ്റെ ശ്വാസമാണ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ എല്ലാമാണ്. ഒരാൾക്കും ഒന്നിനും വിട്ടുകൊടുക്കില്ല ഞാൻ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ചുംബിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി അവനെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ആ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു. ഒരുപാട് ദിവസത്തെ പിണക്കവും അവരുടെ സങ്കടങ്ങളും ദേഷ്യങ്ങളും എല്ലാം ആ ആലിംഗനത്തിൽ തന്നെ തീർന്നു. പുറത്ത് റോസിയമ്മയും സാറാമ്മച്ചിയും ഇതൊന്നും അറിയാതെ വരുന്നവരെ സ്വീകരിക്കാനായി പലഹാരങ്ങൾ എടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു. അതിനിടയിലാണ് റോസിയമ്മച്ചി പറഞ്ഞു. ആ പെണ്ണില്ലേ അഞ്ജു, അവളാ കാരണം ആമണിമോൾക്ക് ഇത്ര വിഷമം വരാൻ. എന്തു നല്ല അഭിനയമായിരുന്നു ആ കൊച്ചിൻ്റെ. എന്ത് ചെയ്യാനാ, അതിനെ കണ്ടാൽ പറയോ ഇത്ര വിഷമുള്ളതാണെന്ന്. അവളായിരുന്നു ആവണിമോളുടെ ഏറ്റവും നല്ല കൂട്ട്. എന്ത് ചെയ്യാനാ, ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അവൾക്ക് എന്തായാലും പാപം കിട്ടും. റോസിയമ്മ അവളെ ശപിച്ചു. അതെങ്ങനെയാ റോസി? റോസി പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്തെ
നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ആ പെണ്ണില്ലേ അഞ്ജന, അവളുടെ അച്ഛൻ ദിവാകരനെ ഭയങ്കര വലിയ ദുഷ്ടനാ അത്ര. കണ്ണിച്ചോര ഇല്ലാത്തവനാണ്. അതുകൊണ്ട് അവൻ്റെ ഭാര്യ ആദ്യ ബന്ധത്തിലെ കുഞ്ഞിനെയും കൊണ്ട് ജീവനും കൊണ്ട് ഓടിയെന്നാ കേട്ടത്. പക്ഷെ ഈ പെണ്ണിനെ അവിടെ വിട്ടിട്ട് പോയി. വളർന്നു വന്ന അയാളുടെ സ്വഭാവം എടുക്കും എന്നതുകൊണ്ടായിരിക്കാം അതിനെ വിട്ടിട്ട് പോയത്. അവരുടെ കണക്കുകൂട്ടുകൾ തെറ്റിയില്ല. ദിവാകരൻ്റെ തനി സ്വഭാവമായുള്ളൊരു മകള അഞ്ജന, സാറാമ്മച്ചി പറഞ്ഞു. സാറാമ്മച്ചിയുടെ വായിൽ നിന്ന് ദിവാകരൻ്റെ പേര് കേട്ടതും റോസിയമ്മയുടെ മുഖം ആകെ വല്ലാതായി. ഒരു തീക്കനൽ അവരുടെ മനസ്സിലൂടെ പാഞ്ഞുപോയി. ഭൂതകാല സ്മരണകൾ അവരെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് നിലപ്പ് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടുന്ന പോലെ ഒരു വല്ലാത്ത അവസ്ഥ. മുഖമൊക്കെ വിയർത്ത് ഒരു പരിവുമായി. ആ അമ്മച്ചി, സാറാ, ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് റോസിയമ്മ ഹോളിലേക്ക് പോയി. റോസി അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അതിന് ഒരു നിയന്ത്രണവുമില്ലായിരുന്നു. അപ്പോഴാണ് ഹാളിലുള്ള അഞ്ജുവിൻ്റെയും ആവണിയുടെയും ഫോട്ടോകൾ റോസിയമ്മ കണ്ടത്. റോസിയമ്മയുടെ ഉള്ളിൽ ആ ഫോട്ടോകൾ കാണുന്തോറും സങ്കടങ്ങളും കുറ്റബോധവും ഇരച്ചു കയറാൻ തുടങ്ങി. റോസിയമ്മ ആ ഫോട്ടോയിൽ ഒന്നിൽ കൈവച്ചു അഞ്ജുവിൻ്റെ രൂപത്തെ തഴുകി. എന്നിട്ട് പറഞ്ഞു, അമ്മ, അമ്മയുടെ പൂമ്പാറ്റ കുഞ്ഞിനെ ഇത്ര കാലമായിട്ട് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന്. ബാക്കി എന്താന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.